ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ റീസെന്റായി റിലീസായ മികച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയായ ധീരം എന്ന മൂവിയുടെ കഥയാണ്. ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ലാസ്റ്റ് ട്വിസ്റ്റ്, ചാക്കുകൊണ്ട് തല മൂടപ്പെട്ട് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി, പിന്നീടുണ്ടാകുന്ന കൊലപാതക പരമ്പര തന്നെ ഓരോ നിമിഷവും നമ്മളെ ത്രില്ലടിപ്പിച്ച ക്ലൈമാക്സിലെ ഉഗ്രൻ ട്വിസ്റ്റും. സോ ധീരം എന്ന ഈ മൂവിയുടെ കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ സ്റ്റാലിൻ ജോസഫ് എന്ന ഈ കഥയിലെ ഹീറോയെ കാണിക്കുന്നു. ഒരു പ്രതിയുടെ പുറകെ ഓടുന്ന സ്റ്റാലിൻ ആ പ്രതിയെ സ്പോട്ടിൽ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കണ്ട് ഷോക്കോടെ നിൽക്കുന്ന മറ്റു പോലീസുകാരും. അവിടെ സീൻ കട്ട് ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സ് അതോറിറ്റി സ്റ്റാലിനെതിരെ കേസെടുക്കുന്നു. പ്രതിയെ ജീവനോടെ പിടിക്കാമായിരുന്നിട്ടും എന്തിനാണ് പ്രതിയെ ഷൂട്ട് ചെയ്ത് കൊന്നതെന്നും ആരാണ് തനിക്കതിന് അധികാരം തന്നതെന്നുമൊക്കെ അവർ സ്റ്റാലിനോട് ചോദിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് കുറച്ച് ആഴ്ചകൾക്ക് മുൻപുള്ളതാണ് കാണിക്കുക. സ്റ്റാലിനും ദിയെ എന്ന സ്റ്റാലിന്റെ അസിസ്റ്റന്റും കൂടി മറ്റൊരു സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനാണ് അവർ അവിടെ എത്തുക. സാർ പറഞ്ഞ കേസിലെ പെൺകുട്ടി 17 വയസ്സ് പ്രായമുള്ള കല്യാണി എന്ന കുട്ടിയായിരുന്നു. അന്ന് ആ കേസ് അന്വേഷിച്ചത് സെൽവരാജ് എന്ന SI ആയിരുന്നു. എന്നാൽ 2 വർഷം മുൻപ് സെൽവരാജിന് പ്രമോഷനൊക്കെ ലഭിച്ചിരുന്നെന്നും ആ സ്റ്റേഷനിലെ SI പറയുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയാനായി സ്റ്റാലിൻ ഹിൽവാലി എന്ന സ്കൂളിലെത്തി 2017-18 വർഷത്തിൽ +2 പഠിച്ച സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഡേറ്റയിൽ നിന്നും അൽത്താഫ് എന്നൊരു പേര് കണ്ട് അവർ ഷോക്ക്ഡ് ആകുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് 3 ആഴ്ചകൾക്ക് മുൻപ് സംഭവിച്ചതാണ് കാണിക്കുന്നത്. ഒരു DJ പാർട്ടിയിൽ വെച്ച് IG-യുടെ മരുമകനായ ജോൺ കുര്യൻ കൊല്ലപ്പെടുന്നു. കമ്മീഷണർ അടങ്ങുന്ന ഒരു പോലീസ് സംഘം സംഭവം നടന്നിടത്തെത്തി മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്യുന്നു. സെക്യൂരിറ്റി ആയിരുന്നു ബോഡി ആദ്യം കണ്ടത്. കുറച്ചു നേരത്തേക്ക് കറന്റ് കട്ടായിരുന്നു. അത് എന്താണെന്ന് നോക്കാനായി വന്നപ്പോഴാണ് ജോൺ കുര്യൻ മരിച്ചു കിടക്കുന്നതെന്ന് കണ്ടതെന്നും സെക്യൂരിറ്റി പറയും. ക്രൈം സീനിൽ നിന്നും കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ഒരു കൊന്തമാലയും പോലീസിന് കിട്ടിയിരുന്നു. പിന്നെ അവന്റെ ബ്രേസ്ലെറ്റിൽ കുടുങ്ങിയ ഒരു നീളമുള്ള മുടിയും ഫോറൻസിക്കിന് ലഭിക്കും. കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ശരീരത്തിൽ പലതവണ കത്തി കൊണ്ടും കില്ലർ കുത്തിയിരുന്നു. നല്ല രീതിയിൽ മുൻപകയുണ്ടായിരുന്ന ഒരാളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നതെന്ന് ഡെഡ് ബോഡി കാണുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലാകുന്നുണ്ട്. കൊല്ലപ്പെട്ട ജോൺ കുര്യന്റെ അരികിലായി ഫിദ എന്നൊരു പെൺകുട്ടിയും തലയിൽ പരിക്കുകളുമായി ബോധം കെട്ട് കിടപ്പുണ്ടായിരുന്നു. പോലീസുകാർ അവളെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. DTVയുടെ മീഡിയ റിപ്പോർട്ടറായ ശ്രദ്ധയും മറ്റു മീഡിയാസും കേസിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധ കേസിന്റെ ഡീറ്റെയിൽസ് ചാനലിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ TVയിലൂടെ കേൾക്കുന്ന രാധിക എന്ന ലേഡി കുറച്ച് അപ്സെറ്റ് ആവുന്നുണ്ട്. SI ദിയയും SI ജോസും ജോൺ കുര്യന്റെ അടുത്ത് ബോധം കെട്ട് കിടന്നിരുന്ന പെൺകുട്ടിയെ ചോദ്യം ചെയ്യാനായി അവളുടെ വീട്ടിലെത്തുന്നു. എന്നാൽ ഈ സമയം അവളെ നാട് കടത്താനായിരുന്നു അവളുടെ അച്ഛന്റെ പ്ലാൻ. എന്തായാലും ഞങ്ങൾക്ക് ഇവളെ ചോദ്യം ചെയ്യണമെന്ന് ദിയ സ്ട്രിക്റ്റായി പറയുകയും നടന്ന കാര്യങ്ങളെ കുറിച്ച് ഫിദയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിനൊപ്പമാണ് ആ DJ പാർട്ടിക്ക് പോയത്. ഫ്രണ്ട്സ് പാർട്ടിയിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഒരു മൂവിയും കണ്ട പാർക്കിംഗ് ഏരിയയിൽ കാറിലിരിക്കുമ്പോൾ മറ്റൊരു കാർ നിർത്താതെ ഹോൺ അടിക്കുന്നത് കേൾക്കുകയും പെട്ടെന്ന് കറന്റ് പോകുകയും ചെയ്തു. ഞാൻ ഫോണിന്റെ ടോർച്ച് ഓൺ ചെയ്ത് ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോഴാണ് ജോൺ കുര്യൻ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. പെട്ടെന്ന് പേടിച്ച് ഞാൻ തിരിഞ്ഞോടാൻ ശ്രമിക്കുമ്പോൾ മുന്നിൽ ഉണ്ടായിരുന്ന തൂണിൽ തലയിടിച്ച് നിലത്ത് വീഴുകയായിരുന്നെന്നുമാണ് ഫിദ പോലീസുകാരോട് പറയുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ പിന്നെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരിക്കില്ലെന്നും ജോസ് അവൾക്ക് വാർണിംഗ് നൽകുന്നുണ്ട്. അവളുടെ മുടിയും ഫിംഗർ പ്രിന്റും DNA ടെസ്റ്റിനായി പോലീസ് കളക്ട് ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ജോർജ് എന്നൊരാൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുകയും പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റേഷനിലിരിക്കുന്ന ജോർജിനെ കണ്ട് മറ്റൊരു പോലീസ് ഇവൻ ACP സ്റ്റാലിൻ സാറിന്റെ ബ്രദർ ആണെന്ന് പറയുന്നു. അതിന് സ്റ്റാലിൻ സാറിന് ഒരു സിസ്റ്റർ മാത്രമല്ലേ ഉള്ളെന്ന് SI ചോദിക്കുമ്പോൾ സ്റ്റാലിൻ സാറിന്റെ അച്ഛന് മറ്റൊരു അഫയറിലുള്ള മകനാണിതെന്നും അയാൾ SIയോട് പറയുന്നുണ്ട്. സ്റ്റാലിൻ സ്റ്റേഷനിലെത്തുമ്പോൾ ജോർജിനെ കാണുന്നു. കാര്യം തിരക്കുമ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനാണ് അറസ്റ്റ് ചെയ്തതെന്നും സാറിന്റെ ബ്രദർ ആയതുകൊണ്ട് കേസ് ആക്കിയിട്ടില്ലെന്നും മറ്റു പോലീസുകാർ പറയും. സാറിന്റെ ബ്രദർ എന്നുള്ള പരിഗണനയൊന്നും എനിക്ക് വേണ്ടെന്നാണ് ജോർജ് പറയുക. ഫൈൻ എഴുതി പറഞ്ഞു വിട്ടേക്കാൻ സ്റ്റാലിൻ പറയുകയും പണം കൊടുക്കാൻ സ്റ്റാലിൻ ട്രൈ ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് ആരുടെയും ഔദാര്യം വേണ്ടെന്നാണ് പറയുന്നത്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിലാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. അപ്പോഴാണ് കമ്മീഷണർ സ്റ്റാലിനെ വിളിപ്പിച്ച് കൊല്ലപ്പെട്ട ജോൺ കുര്യന്റെ കേസ് താൻ അന്വേഷിക്കണമെന്ന് പറയുക. ദിയയും ജോസുമാണ് സ്റ്റാലിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. സോ ദിയയുടെയും ജോസിന്റെയും ഒപ്പം സ്റ്റാലിൻ ക്രൈം സീനിൽ എത്തുന്നുണ്ട്. ഓരോരുത്തരും പറഞ്ഞ മൊഴികളും ക്ലിയർ ആയി സ്റ്റാലിൻ വായിച്ചു മനസ്സിലാക്കുന്നു. പാർട്ടിക്കായി വന്ന ഫിദ എന്തുകൊണ്ട് പാർട്ടിയിൽ ജോയിൻ ചെയ്തില്ലെന്നും
അതുപോലെ ജോണും ആ സമയത്ത് എന്തിന് പാർക്കിംഗ് ഏരിയയിൽ വന്നു എന്നൊരു സംശയവും സ്റ്റാലിനുണ്ടാകും. എന്താകാം സംഭവിച്ചതെന്ന് സ്റ്റാലിൻ സ്വയം ഇമാജിൻ ചെയ്ത് നോക്കുന്നുണ്ട്. ഫിദയും ജോണും പരിചയക്കാരാകാമെന്നും പാർട്ടികൾ എൻജോയ് ചെയ്യുന്നതിനിടയിൽ പ്രൈവസിക്കായി രണ്ടുപേരും കാറിൽ വരികയും എന്നാൽ മറ്റൊരു കാറിന്റെ ഹോൺ അടിക്കുന്ന സൗണ്ട് കേട്ട് ആദ്യം ഇറങ്ങി നോക്കിയ ജോണിനെ കില്ലർ കൊല്ലുകയും ജോണിന്റെ ശബ്ദം കേട്ട് പിന്നാലെ വന്ന ഫിദ പരിക്കുകളോട് രക്ഷപ്പെടുകയുമായിരിക്കാം ചെയ്തതെന്ന് സ്റ്റാലിൻ ഇമാജിൻ ചെയ്ത കാര്യങ്ങൾ വിഷ്വലായി നമ്മളെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റാലിന്റെ നിഗമനങ്ങൾ ശരിവെച്ചുകൊണ്ട് ജോണിന്റെ ശരീരത്തിൽ നിന്ന് ഫിദയുടെ ഫിംഗർ പ്രിന്റ് കിട്ടുന്നുണ്ട്. കൂടാതെ ബ്രേസ്ലെറ്റിൽ നിന്നും കിട്ടിയ മുടി ഫിദയുടെ ആയിരുന്നു. ഈ തെളിവുകൾ വെച്ച് സ്റ്റാലിൻ വീണ്ടും ഫിദയെ ചോദ്യം ചെയ്യും. ശരിക്കും നടന്ന കാര്യങ്ങൾ ഫിദ അവരോട് തുറന്നു പറയുന്നു. സ്റ്റാലിൻ ഇമാജിൻ ചെയ്തതുപോലെയായിരുന്നു അന്ന് സംഭവിച്ചതും. സോ ഇതിൽ ഫിദയ്ക്ക് പങ്കില്ലെന്നും സ്റ്റാലിന് മനസ്സിലാകും. പാർക്കിംഗ് ഏരിയയിൽ നിന്നും അവർക്കൊരു സിഗരറ്റ് കിട്ടിയിരുന്നു. ആ സിഗരറ്റിൽ ബ്ലഡ് സ്റ്റെയിനും ലിപ്സ്റ്റിക്കും ഉണ്ടായിരുന്നു. ബ്ലഡ് സ്റ്റെയിൻ ജോണിന്റേതായിരുന്നു. സോ കില്ലർ ഒരു സ്ത്രീയാകാമെന്ന് ദിയ സ്റ്റാലിനോട് പറയുന്നുണ്ട്. രാധിക എന്നൊരു സ്ത്രീ ജോണിനെതിരെ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ജോൺ രാധികയുടെ കോഫി ഷോപ്പിൽ അതിക്രമിച്ചു കടന്ന അവന്റെ ഫ്രണ്ടുമായി അടിപിടിയിലാകുകയും കോഫി ഷോപ്പിലെ സാധനങ്ങൾക്ക് തകർക്കുകയും ചെയ്തിരുന്നു. ഇതിനാണ് രാധിക ജോണിനെതിരെ കേസ് നൽകിയത്. എന്നാൽ IG ഇടപെട്ട് കേസ് ഒത്തുതീർപ്പാക്കിയെന്നും അതിനു മുൻപോ പിൻപോ പിന്നീട് ഒരിക്കലും ജോണിനെ താൻ കണ്ടിട്ടില്ലെന്നും രാധിക സ്റ്റാലിനോട് പറയുന്നു. രാധികയെ കണ്ട് തിരിച്ചു പോകുന്ന വഴി ദിയ പറയുന്നുണ്ട്, സർ ജോൺ രാധികയുടെ ആ കോഫി ഷോപ്പിൽ വെച്ച് വഴക്കിട്ടത് കിരണുമായിട്ടാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ജോൺ മരിച്ചതിനു ശേഷം കിരണിനെ കുറിച്ച് ഒരറിവുമില്ലെന്നും കിരണിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ദിയ പറയുന്നു. അവർ റെന്റിന് താമസിച്ചിരുന്ന വീട്ടിലേക്ക് സ്റ്റാലിനും ദിയയും പോകുന്നുണ്ട്. പൂട്ടിക്കിടന്നിരുന്ന വീട് സ്റ്റാലിൻ ഇടിച്ചു തുറന്ന് അകത്ത് കയറുന്നു. ഡ്രഗ്സിന്റെ കവറുകളും കള്ളുകുപ്പികളും ആ വീട്ടിലുണ്ടായിരുന്നു. ആ വീടിനുള്ളിൽ എന്തൊക്കെയാകും നടന്നതെന്ന് സ്റ്റാലിൻ ഇമാജിൻ ചെയ്യുന്നുണ്ട്. ആ വീട്ടിൽ പല പെൺകുട്ടികളെയും വിളിച്ചു വരുത്തി അവർ പാർട്ടി നടത്താറുണ്ട്. പല ഡ്രഗ്സും അവർ ഉപയോഗിക്കുന്നതും സ്റ്റാലിൻ ഇമാജിൻ ചെയ്യുന്നത് വിഷ്വലായി കാണിക്കുന്നു. അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു ലെറ്റർ ബോക്സ് വീടിന് മുൻപിൽ സ്റ്റാലിൻ കാണുക. ആ ലെറ്റർ ബോക്സിലുണ്ടായിരുന്ന ലെറ്റർ സ്റ്റാലിൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നു. അതിലൊരു ഭിത്തിയിൽ നിന്നെ ഞാൻ എന്റെ കലി തീരുവോളം കുത്തി കുത്തി കൊല്ലുമെന്ന് എഴുതിയിരിക്കുന്നത് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കുന്നതാണ്. ആ രീതിയിൽ തന്നെയായിരുന്നു ജോൺ കൊല്ലപ്പെട്ടതും. അവിടെ സെൻ കട്ട് ചെയ്ത് DTV റിപ്പോർട്ടറായ ശ്രദ്ധ ജോൺ കുര്യന്റെ കേസിന്റെ പുറകെയായിരുന്നു. ഈ കേസിന്റെ കവർ സ്റ്റോറിക്കായി ശ്രദ്ധ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ റൂംമേറ്റ് ആയ സെൽവി വരിക. സെൽവി ഒരു ട്രാൻസ്ജെൻഡർ ആണ്. ജോൺ കുര്യന്റെ മർഡർ ഞാൻ തനിച്ച് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് കവർ സ്റ്റോറി ആകുമെന്നൊക്കെ ശ്രദ്ധ സെൽവിയോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സെന്റ് ജോസഫ് ചർച്ചിന് മുൻപിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ജോണിന്റെ റൂംമേറ്റ് ആയ കിരണിന്റെ ഡെഡ് ബോഡിയാണ്. തെളിവുകൾ നശിക്കാതിരിക്കാൻ ശ്രദ്ധയെയും മറ്റ് മീഡിയാസിനെയും പോലീസ് വിലക്കുന്നുണ്ട്. ക്രൈം സീനിലേക്കും സ്റ്റാലിനും എത്തുന്നു. ഇതൊരു ആത്മഹത്യയാണെന്നും കൊലപാതകമാകാൻ ചാൻസ് ഇല്ലെന്നും ആദ്യം ബോഡിയും ക്രൈം സീനും എക്സാമിൻ ചെയ്ത പോലീസുകാരൻ പറയുന്നു. ഡെഡ് ബോഡിയുടെ അടുത്തു നിന്നും അവർക്കൊരു വെള്ളത്തിന്റെ ബോട്ടിലും ലഭിച്ചിരുന്നു. ഇവിടെ അടുത്തെവിടെയെങ്കിലും CCTV ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യണമെന്നും സ്റ്റാലിൻ ജോസിനോട് പറയുന്നുണ്ട്. ഒരേ ആഴ്ചക്കുള്ളിൽ 2 മരണങ്ങൾ, രണ്ടുപേരും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ചവർ. നമ്മൾ കിരണിലേക്ക് എത്തിയതറിഞ്ഞ് അവൻ സൂയിസൈഡ് ചെയ്തതാകാമെന്ന് ജോസ് പറയുമ്പോൾ ഇത് രണ്ടും കൊലപാതകങ്ങൾ ആകാനാണ് ചാൻസ് എന്നാണ് സ്റ്റാലിന് തോന്നുക. നെക്സ്റ്റ് സീനിൽ ശ്രദ്ധ രാധികയുടെ കോഫി ഷോപ്പിലെത്തി കിരണും ജോണും എന്തിന്റെ പേരിലാണ് അവിടെ അടിയുണ്ടാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? പോലീസ് ഒന്നുമല്ലല്ലോ. സോ എനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ ധിക്കാരത്തോടെ രാധിക അവിടെ നിന്നും എഴുന്നേറ്റ് പോകുകയാണ് ചെയ്യുന്നത്. ജോണിനെ കൊല്ലാൻ യൂസ് ചെയ്ത കത്തിയിൽ നിന്നും കിട്ടിയ ഫിംഗർ പ്രിന്റും കിരൺ മരിച്ച സ്ഥലത്തുണ്ടായിരുന്ന വെള്ളത്തിന്റെ ബോട്ടിലിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റും തമ്മിൽ മാച്ചാകുന്നുണ്ട്. സോ സ്റ്റാലിൻ ചിന്തിച്ചതുപോലെ തന്നെ രണ്ടും കൊലപാതകങ്ങളാണെന്ന് അവർക്ക് ഉറപ്പാകും. കില്ലർ ആ കത്തിയും ബോട്ടിലും വാണ്ടഡായി തന്നെ ഉപേക്ഷിച്ചതാകാമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. കിരൺ മരിച്ചു കിടന്ന വഴിയിലൂടെ പോയ വാഹനങ്ങളുടെ CCTV ഫുട്ടേജസ് അവർ കളക്ട് ചെയ്യുന്നു. 4 മിനിറ്റ് കൊണ്ട് അവിടെ പാസ് ചെയ്ത് പോകാമെങ്കിലും ഒരു വണ്ടി മാത്രം 40 മിനിറ്റ് എടുത്താണ് കിരൺ മരിച്ച സ്ഥലത്ത് നിന്നും പാസ് ചെയ്തതെന്ന് അവർ കണ്ടെത്തും. ആ വണ്ടിയാണെങ്കിൽ കിരണിന്റെ സിസ്റ്ററിന്റെ വണ്ടിയുമാണ്. അവർ ഉടനെ കിരണിന്റെ വീട്ടിലെത്തുന്നു. 1.5 മാസമായിട്ട് ആ വണ്ടി ആരും ഓടിച്ചിട്ടില്ലെന്നും കിരണിന്റെ സിസ്റ്റർ അല്ലാതെ മറ്റാരും ആ വണ്ടി ഓടിക്കാറില്ലെന്നുമാണ് കിരണിന്റെ അച്ഛൻ അവരോട് പറയുന്നത്. കിരണിന്റെ സിസ്റ്റർ ആണെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് UK-യിലായിരുന്നു. പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവർ പറഞ്ഞത് സത്യമാണെന്ന് ദിയയും ജോസും കൺഫേം ചെയ്യും. അവർ പോകാൻ തുടങ്ങുമ്പോൾ കിരണിന്റെ അച്ഛൻ കിരണിന്റെ പേരിൽ വന്ന ഒരു ലെറ്റർ സ്റ്റാലിന് കൊടുക്കുന്നുണ്ട്. അതിൽ ജോൺ നിന്നെ കൊന്നതിന് ശേഷം കിരണിനെയും ഞാൻ കൊല്ലുമെന്നായിരുന്നു. 2 ഫോട്ടോസും എടുത്തിരിക്കുന്നത് ഒരേ ക്യാമറയിലാണെന്നും എഴുതിയിരിക്കുന്നത് ഒരാളാണെന്നും സ്റ്റാലിൻ പറയുന്നു. 2 പേരുടെ മർഡർ കണക്ട് ചെയ്യുന്ന 3 കോമൺ ഫാക്ട്സ് ഉണ്ട്. 1, 2 പേരും പഠിച്ചത് ഒരേ കോളേജിൽ.
മർഡർ കഴിഞ്ഞ അവരുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുന്ന ഫോട്ടോസ്. അതുകൂടാതെ 2 മർഡറും നടന്നിരിക്കുന്നത് ശനിയാഴ്ച രാത്രികളിലാണ്. ആ പരിസരത്തുണ്ടായിരുന്ന മറ്റ് CCTV ചെക്ക് ചെയ്യുന്നതിലൂടെ ജോണിന്റെ കൊലപാതകത്തിന് ശേഷവും കിരണിന്റെ കൊലപാതകത്തിന് ശേഷവും ആ വഴിയിലൂടെ ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ച് ഫേസ് കവർ ചെയ്ത് സഞ്ചരിച്ച ഒരാള് ക്യാമറയിൽ വ്യക്തമാകുന്നു. ഇത് തന്നെയാണ് കില്ലർ എന്ന് സ്റ്റാലിന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ കില്ലർ ഒരു പെണ്ണാണെന്നും സ്റ്റാലിൻ ഡിയോടും ജോസിനോടും പറയുന്നു. അവൾ ഉപയോഗിച്ച വാഹനങ്ങളുടെ നമ്പറുകളെല്ലാം ഫേക്ക് ആയിരുന്നെന്നും അവർക്ക് മനസ്സിലാകും. നമ്മൾ ഒരു സീരിയൽ കില്ലറിനെയാണ് തിരയുന്നതെന്നും എന്റെ ഊഹം ശരിയാണെങ്കിൽ കില്ലർ ഇപ്പോൾ അടുത്ത ഇരയെ തപ്പി ഇറങ്ങിയിട്ടുണ്ടെന്നും സ്റ്റാലിൻ പറയുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് MLAയുടെ മകൻ ദീപകിന്റെ ഫാം ഹൗസ് ആണ് കാണിക്കുക. സ്റ്റാലിന്റെ ഊഹം പോലെ ഹില്ലർ അവിടെ എത്തിയിരുന്നു. എന്നാൽ അവിടേക്ക് ദീപകിന്റെ ഫ്രണ്ട്സ് എത്തുകയും ഡ്രഗ്സ് കടത്താനായി ദീപകിനോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം MLAയുടെ വണ്ടി ഡ്രഗ്സ് കടത്തിയ നൈറ്റ് പെട്രോളിംഗിൽ ഒരു പോലീസും MLAയുടെ വണ്ടിക്ക് കൈ കാണിക്കില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഡ്രഗ്സുമായി ദീപക് അവിടെ നിന്നും പോകുന്നു. പോലീസ് വണ്ടിക്ക് കൈ കാണിക്കുമെങ്കിലും വണ്ടി നിർത്താതെ ദീപക് സ്പീഡിൽ പോകും. സോ പോലീസ് അവനെ ഫോളോ ചെയ്യും. എന്നാൽ ആരോ ബൈക്കിൽ ദീപകിന് തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് ദീപകിനെ ഫോളോ ചെയ്യുന്നതിനിടയിൽ റോഡിന്റെ സൈഡിലായി പാർക്ക് ചെയ്തിരുന്ന ദീപകിന്റെ കാർ കാണാനിടയാകും. അവർ കാർ മൊത്തത്തിൽ ചെക്ക് ചെയ്യുമെങ്കിലും ആരെയും അതിനുള്ളിൽ കാണാൻ കഴിയില്ല. കാറിന്റെ ഡിക്കിയിൽ നിന്നും ഡ്രഗ്സും പോലീസിന് കിട്ടുന്നുണ്ട്. പോലീസ് ഫോളോ ചെയ്തതുകൊണ്ട് ദീപക് വണ്ടി ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് പോലീസ് കരുതിയത്. SI MLAയുടെ വീട്ടിലെത്തി സർ ദീപകിന്റെ കാറിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്നും സോ ദീപകിനെതിരെ ആക്ഷൻ എടുക്കാതെ പറ്റില്ലെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് MLAയുടെ വൈഫ് SIയോട് നല്ല രീതിയിൽ ചൂടാക്കുന്നു. ദീപകിനെതിരെ കേസ് എടുക്കുമെന്ന് തന്നെ SI പറയുമ്പോൾ അവൻ ഇതിലുണ്ടെന്ന് തനിക്ക് തെളിയിക്കാൻ പറ്റിയ താൻ ആക്ഷൻ എടുത്തോളാൻ വളരെ പുച്ഛത്തോടെ MLAയും SIയോട് പറയുന്നു. നൈറ്റ് പെട്രോളിംഗ് കർശനമായി തുടർന്നിട്ടും സംശയാസ്പദമായി ഒന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. സോ ഈ 2 കൊലപാതകങ്ങളോടെ ഈ പരമ്പര തന്നെ അവസാനിക്കാനാണ് ചാൻസ് എന്ന് ജോ സ്റ്റാലിനോട് പറയുന്നു. എന്നാൽ പ്രധാനപ്പെട്ട എന്തോ നമുക്ക് എവിടെയോ മിസ്സായി എന്നാണ് സ്റ്റാലിൻ പറയുക. ഈ കൊലപാതക പരമ്പര തുടരുമെന്നും സ്റ്റാലിൻ ഉറപ്പായിരുന്നു. ജോൺ കൊല്ലപ്പെടുന്നിടത്ത് നിന്ന് അവർക്ക് ലഭിച്ച കൊന്തമാലി സെന്റ് ജോസഫ് ചർച്ചിൽ മാത്രം മേക്ക് ചെയ്ത് വിറ്റിരുന്നതാണ്. അടുത്തതായി കിരണിന്റെ കൊലപാതകം സെന്റ് ജോസഫ് ചർച്ചിന് മുൻപിലായിരുന്നു നടന്നതും. അതുകൂടാതെ കിരണിന്റെ ബോഡിയുടെ അടുത്തു നിന്നും അവർക്ക് വെള്ളത്തിന്റെ ഒരു ബോട്ടിൽ കിട്ടിയിരുന്നു. ഇത് മർഡറിലേക്കുള്ള ലീഡാണെന്ന് സ്റ്റാലിൻ മനസ്സിലാക്കുകയും ആ വെള്ളം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ അയക്കുകയും ചെയ്യും. സിറ്റിയിലെ ഫാക്ടറിയുടെ പിന്നിലുണ്ടായിരുന്ന ഒരു പുഴയിലെ വെള്ളമാണതെന്ന് ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ദിയ സ്റ്റാലിനോട് കോൾ ചെയ്ത് പറയുന്നു. എത്രയും പെട്ടെന്ന് ആ പുഴ പരിശോധിക്കണമെന്ന് സ്റ്റാലിൻ പറയുന്നു. ആ പുഴ പരിശോധിക്കുന്നതിലൂടെ അവർക്ക് ചാക്കിൽ കെട്ടിയ നിലയിൽ ദീപകിന്റെ ഡെഡ് ബോഡി കിട്ടുന്നുണ്ട്. ആ ഡെഡ് ബോഡിയിൽ ഒരു റെഡ് കളർ കാറിന്റെ ടോയ് കില്ലർ വെച്ചിരുന്നു. സോ നെക്സ്റ്റ് കൊലപാതകം നടക്കുക ഒരു കാറിലാണെന്ന് അവർക്ക് മനസ്സിലാകും. ദീപകിന്റെ പേരിലും വന്ന ലെറ്റർ ദിയ സ്റ്റാലിന് നൽകുന്നുണ്ട്. ജോൺ, കിരൺ, നിങ്ങൾക്ക് കൂട്ടായി ദീപകിനെയും ഞാൻ അയച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ ലെറ്ററിൽ. കഴിഞ്ഞ 2 കൊലപാതകങ്ങൾ പോലെ ഇവിടെ മറ്റൊരാളുടെ പേര് കില്ലർ മെൻഷൻ ചെയ്തിരുന്നില്ല. സോ മേ ബി ഈ കൊലപാതക പരമ്പര ഇനി കില്ലർ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഇല്ലെന്ന് ദിയ പറയും. ഇനിയും കൊലപാതകങ്ങൾ നടക്കും. ദീപകിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും നമുക്കൊരു ടോയ് കാർ കിട്ടിയിട്ടുണ്ട്. സോ അടുത്ത കൊലപാതകം ഒരു കാറുമായി ബന്ധപ്പെട്ട് എവിടെയോ നടക്കുമെന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. ദീപകിനെ അന്ന് നൈറ്റ് പോലീസ് ഫോളോ ചെയ്യുമ്പോൾ മറ്റൊരു ബൈക്കും ദീപകിനെ ഫോളോ ചെയ്തിരുന്നത് നൈറ്റ് പെട്രോളിംഗിനുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ പറയുന്നു. അത് ആരാണെന്ന് അറിയാനായി സ്റ്റാലിന് ദീപകിന്റെ കാർ ഉപേക്ഷിച്ചെടുത്തു നിന്ന് ബോഡി കിട്ടിയ ഡയറക്ഷൻ വരെയുള്ള CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുന്നു. ആ CCTV വിഷ്വൽസിൽ നിന്നും കില്ലർ ആരാണെന്ന് സ്റ്റാലിന് മനസ്സിലാകും. അവിടെ സീൻ കട്ട് ചെയ്ത് ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ച ഒരു പെൺകുട്ടി അവളുടെ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ സ്റ്റാലിനും ടീമും അവളെ ഗൺ പോയിന്റിൽ നിർത്തി അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിക്കുന്നു. കോഫി ഷോപ്പ് നടത്തിയിരുന്ന രാധികയായിരുന്നു ആ പെൺകുട്ടി. അവളെ കണ്ട അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഷോക്ക്ഡ് ആകുന്നുണ്ട്. ജോണിനെയും കിരണിനെയും ദീപകിനെയും കൊന്നത് നീ തന്നെയല്ലേ എന്നും എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നും സ്റ്റാലിൻ അവളോട് ചോദിക്കുന്നു. എന്നാൽ അവരെ ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു അതിനുള്ള അവളുടെ മറുപടി. ജോണിനെയും കിരണിനെയും താൻ അല്ല കൊന്നതെന്നും എന്നാൽ ദീപക് അവനെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം 17 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ സിസ്റ്റർ അവളെ പ്രണയം നടിച്ച് പറ്റിച്ച് ഈ ദീപക് ഡ്രഗ്സിന് അടിമയാക്കുന്നു. ഡ്രഗ്സ് നൽകി അവളെ അബ്യൂസ് ചെയ്തതിനു ശേഷം പാതിരാത്രി റോഡിലേക്ക് ഇറക്കി വിടുന്നു. പാതി ബോധത്തോടെ റോഡ് മുറിച്ചു കടന്ന അവളെ ഒരു ലോറി വന്നിടിക്കുകയും സ്പോട്ടിൽ തന്നെ അവൾ മരിക്കുകയും ചെയ്തു. ഈ പകയിൽ അവനെ കൊല്ലാൻ തന്നെയാണ് ഞാൻ അവനെ ഫോളോ ചെയ്തത്. എന്നാൽ പോയ വഴി തനിക്ക് ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുകയും അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സോ അവനെ കൊന്നത് താൻ അല്ലെന്നും രാധിക പറയുന്നു. കൊല്ലപ്പെട്ടത് ഒരു MLAയുടെ
മകനായതുകൊണ്ട് തന്നെ പ്രതിയെ പിടിക്കാൻ കമ്മീഷണർക്ക് നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു. സോ എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കണമെന്ന് കമ്മീഷണർ സ്റ്റാലിനോടും പറയുന്നുണ്ട്. മരിച്ച ദീപകിന്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ നിന്നും അവർക്കൊരു വീഡിയോ കിട്ടുന്നുണ്ട്. ഈ ജോണും കിരണും ദീപക്കും അടങ്ങുന്ന 4 പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത്. ഈ സംഭവം അവർ ചിന്നക്കനാൽ ഹിൽ വാലി ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണെന്നുള്ള ഡീറ്റെയിൽസ് സ്റ്റാലിന് ലഭിക്കുന്നുണ്ട്. സോ ഈ സീരിയൽ കില്ലിങ്ങിന് ആ സംഭവവുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി സ്റ്റാലിനും ടീമും ഹിൽ വാലി ബോർഡിംഗ് സ്കൂളിൽ എത്തുന്നു. ആ വീഡിയോയിൽ അവർക്കൊപ്പമുള്ള 4-മൻ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ആ സ്കൂളിൽ നിന്നും അവർ എടുക്കുന്നുണ്ട്. അത് അൽത്താഫ് ഹുസൈൻ എന്നൊരാളാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ആ റേപ്പ് കേസിനെ കുറിച്ച് ചിന്നക്കനാൽ സ്റ്റേഷനിലെത്തി സ്റ്റാലിൻ അന്വേഷിക്കുമ്പോൾ സർ 17 വയസ്സുള്ള കല്യാണി എന്ന പേരുള്ള പെൺകുട്ടി പുറകിലൂടെ വന്ന് തലയിൽ ചാക്കിട്ടതിനു ശേഷമാണ് അവർ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക. അതിനാൽ അവൾ പ്രതികളുടെ മുഖം കണ്ടിരുന്നില്ലെന്നും സോ അവൾക്ക് പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിലൊരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നെങ്കിലും ഇവമാരൊക്കെ സ്വാധീനമുള്ളവരുടെ മക്കളായതിനാൽ ആ കേസിൽ നിന്നൊക്കെ നിഷ്പ്രയാസം ഊരിപ്പോന്നെന്നുമാണ് ചിന്നക്കനാൽ SI സ്റ്റാലിനോട് പറയുന്നത്. അന്ന് ഈ കേസ് അന്വേഷിച്ച് സെൽവരാജ് സാർ ആയിരുന്നെന്നും സാറിന് 2 വർഷം മുമ്പ് പ്രമോഷനൊക്കെ ലഭിച്ചിരുന്നെന്നും അയാൾ പറയുന്നുണ്ട്. അവർ അടുത്തതായി ആ കേസിൽ ഇരയായ കല്യാണിയുടെ വീട്ടിലെത്തുന്നു. എന്നാൽ കല്യാണി ഇവിടെ ഇല്ലെന്നും ഇപ്പോൾ അവൾ എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് കല്യാണിയുടെ അച്ഛൻ അവരോട് പറയുന്നത്. എന്റെ മകൾ ഒരുപാട് അനുഭവിച്ചു, അവളെ തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥലത്തെങ്കിലും അവൾ മനസമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്നും ആ അച്ഛൻ അവരോട് പറയുന്നുണ്ട്. നിങ്ങളുടെ മകളെ അന്ന് ഉപദ്രവിച്ച 4 ആളുകളിൽ 3 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ വീഡിയോയിലുള്ളത് കല്യാണി ആണോ എന്ന് ഞങ്ങൾക്ക് അറിയണം. സോ അവരുടെ ഒരു ഫോട്ടോ തരാനും സ്റ്റാലിൻ പറയുന്നുണ്ട്. ആ അച്ഛൻ അവർക്ക് കല്യാണിയുടെ ഫോട്ടോ കൊടുക്കും. ആ ഫോട്ടോ കണ്ട് അവർ വീണ്ടും ഷോക്ക്ഡ് ആകുന്നു. അത് DTV റിപ്പോർട്ടറായ ശ്രദ്ധയുടെ ഫോട്ടോ ആയിരുന്നു. സോ അവർ ഉടനെ ശ്രദ്ധയുടെ വീട്ടിലെത്തുന്നുണ്ട്. അവർ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധ പുറത്തേക്ക് പോകുന്നതായി കാണിക്കുന്നു. എന്നാൽ ശ്രദ്ധയുടെ റൂംമേറ്റ് സെൽവി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശ്രദ്ധയുടെ റൂമിന് ചുമരിലായിട്ട് ആ കേസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവൾ സ്റ്റിക്ക് ചെയ്തിരുന്നു. ഇത് ശ്രദ്ധയുടെ പ്രൊഫഷന്റെ ഭാഗമായി ചെയ്തിരിക്കുന്നതാണെന്നാണ് സെൽവി പറയുന്നത്. അടുത്തതായി അൽത്താഫിനെയാണ് ശ്രദ്ധ കൊല്ലാൻ എത്തുകയെന്ന് ഉറപ്പിച്ച് അവർ അൽത്താഫിനെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. എന്നാൽ പോലീസിനോട് ഒട്ടും സഹകരിക്കാതെ ഹുസൈൻ സാഹിബിന്റെ മകനാണ് ഞാൻ, എന്നെ മര്യാദയ്ക്ക് പുറത്തുവിടണമെന്നും അൽത്താഫ് പറയുന്നു. നിന്റെ ഫ്രണ്ട്സായ ജോണും കിരണും ദീപക് കൊല്ലപ്പെട്ടത് നീ അറിഞ്ഞില്ലേ എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ അവന്മാര് ചത്തെങ്കിൽ അത് അവന്മാരുടെ കലിരിപ്പ് കൊണ്ടാണെന്നാണ് അൽത്താഫ് പറയുന്നത്. നീയൊക്കെ കാണിച്ച തെമ്മാടിത്തരം കൊണ്ടാണ് അവരൊക്കെ ചത്തതെന്ന് വളരെ കലിപ്പോട് സ്റ്റാലിൻ പറയുന്നു. നീയൊക്കെ അന്ന് അബ്യൂസ് ചെയ്ത പെൺകുട്ടി കല്യാണി അല്ലേ എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നു. എനിക്കറിയില്ലെന്ന് അൽത്താഫ് പറയുമ്പോൾ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയവളാണ് അവൾ, ചാവാണ്ടിരിക്കണമെങ്കിൽ സത്യം പറയട എന്നും സ്റ്റാലിൻ പറയും. ഈ സമയം ഹോം മിനിസ്റ്റർ വിളിച്ച് അൽത്താഫിനെ പുറത്തുവിടണമെന്ന് പറയുന്നുണ്ട്. സോ സ്റ്റാലിൻ അൽത്താഫിനെ പറഞ്ഞുവിടും. പുറത്തിറങ്ങുന്ന അൽത്താഫ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായ സ്ഥിതിക്ക് അവളെ ഞങ്ങൾ പൊക്കിക്കോളാം സാറേ എന്ന് പറയുന്നു. ഈ ശനിയാഴ്ച രാത്രിക്ക് മുൻപ് അവള് നിന്നെ പൊക്കാതെ നോക്കിക്കോളാനാണ് സ്റ്റാലിൻ ഇതിന് മറുപടി നൽകുക. അവളെ പിടിക്കാനെ അൽത്താഫിനെ സ്റ്റാലിനും ടീമും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സാധാരണ ശനിയാഴ്ച അർദ്ധരാത്രികളിലായിരുന്നു കൊലപാതകങ്ങൾ നടന്നിരുന്നത്. അവർ അന്ന് അൽത്താഫിനെ പിന്തുടർന്നിട്ടും ആ കൊലയാളി അൽത്താഫിനെ തിരിഞ്ഞെത്തിയില്ല. നമ്മൾ എന്തോ മിസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി സ്റ്റാലിൻ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യും. ഇവർ 4 പേരും ആ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തയാൾ ഉറപ്പായും കില്ലർ അവന്റെ അടുത്തായിരിക്കാം പോയിരിക്കുന്നതെന്ന് സ്റ്റാലിൻ മനസ്സിലാക്കും. അത് ആരാണെന്നറിയണം. സോ സ്റ്റാലിൻ ഉടനെ അൽത്താഫിന്റെ അടുത്തേക്ക് ചെന്ന് ആ വീഡിയോ എടുത്തത് ആരാണെന്ന് ചോദിക്കും. പറയാൻ മനസ്സിലെന്ന് അവൻ പറയുമ്പോൾ അവന്റെ തല ഫിഷ് ടാങ്കിൽ മുക്കി ഗൺ പോയിന്റിൽ നിർത്തുമ്പോൾ അത് ലിയോൺ ആണെന്ന് അൽത്താഫ് പറയുന്നു. ഈ സമയം ലിയോൺ അവന്റെ ഓയിൽ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഫാക്ടറി പൂട്ടി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അകത്ത് എന്തോ ശബ്ദം കേട്ട് ലിയോൺ വീണ്ടും ഫാക്ടറിയുടെ അകത്തേക്ക് കയറി നോക്കും. അവിടെ ഉണ്ടായിരുന്ന കില്ലർ അവനെ അവിടെ വെച്ച് തന്നെ അടിച്ചു കൊന്ന് തൊട്ടടുത്ത് കിടന്നിരുന്ന അവന്റെ റെഡ് കളർ കാറിനുള്ളിലാക്കി പോകുന്നു. കില്ലർ പോയതിനു ശേഷമാണ് സ്റ്റാലിൻ അവിടെ എത്തുന്നത്. ലിയോണിന്റെ ശരീരത്തിൽ നിന്നും അവർക്ക് കിട്ടുന്നത് ഹിൽവാലി എന്നെഴുതിയ ഒരു കീ ചെയിൻ ആയിരുന്നു. അടുത്ത മർഡർ മേ ബി ആ ഹിൽവാലി സ്കൂളിലാകാം നടക്കാൻ പോകുന്നതെന്ന ഒരു സംശയം അവർക്കുണ്ടാകും. ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന CCTV ഫുട്ടേജസ് അവർ പരിശോധിക്കുന്നു. കില്ലറിന്റെ ഫേസ് വ്യക്തമായിരുന്നില്ലെങ്കിലും ലിയോണിനെ ആ കില്ലർ കൊല്ലുന്നത് ക്യാമറയിൽ വ്യക്തമായിരുന്നു. ആ കീ ചെയിൻ ആ സ്കൂളിലെ ആണോ എന്ന് അവർ അന്വേഷിക്കും. എന്നാൽ ആ കീ ചെയിൻ അവിടുത്തെ ആയിരുന്നില്ല. ലിയോണിന്റെ പേരിലും ഒരു പോസ്റ്റ് വന്നിരുന്നു. അത് ലിയോൺ നിനക്ക് ശേഷമേ ഞാൻ അൽത്താഫിനെ കൊല്ലൂ എന്നായിരുന്നു. അതിനടുത്ത ശനിയാഴ്ച ഈ തവണ കില്ലർ അൽത്താഫിനെ കൊല്ലുമെന്ന് മനസ്സിലാക്കി സ്റ്റാലിനും ടീമും കെയർഫുൾ ആകും. അവർ അൽത്താഫിനെ തന്നെ ഫോളോ ചെയ്യുന്നു. അൽത്താഫിന്റെ കാറിന്റെ മുൻപിൽ ബ്ലാക്ക് ജാക്കറ്റ് ഒക്കെ ധരിച്ച് കല്യാണി എത്തും. അവളെ കൊല്ലാനായി അൽത്താഫ് കാർ കൊണ്ട് അവൾ ഇടിക്കാൻ ശ്രമിക്കും. എന്നാൽ കാറ് മറ്റൊരിടത്ത് ഇടിച്ചു നിൽക്കും. ഉടനെ കത്തിയുമായി അൽത്താഫിനെ കൊല്ലാൻ കല്യാണി ശ്രമിക്കും. പെട്ടെന്ന് അവിടേക്ക് സ്റ്റാലിൻ എത്തുകയും കല്യാണി അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. മരിച്ച പയ്യന്മാരുടെ ഫോട്ടോ കാണിച്ച് നിനക്ക് ഇവരെ അറിയാമോ എന്ന് സ്റ്റാലിൻ അവളോട് ചോദിക്കും. അറിയാമെന്നും അവരെ കൊന്നതും താൻ തന്നെയാണെന്നും കല്യാണി സമ്മതിക്കുന്നു. എന്റെ ജീവിതം നശിപ്പിച്ചത് ഇവന്മാരാണ്. അവരെ
അവരെ ഞാൻ കൊന്നെന്നും കല്യാണി പറയും. അന്ന് പോലീസിൽ കംപ്ലൈന്റ് നൽകിയപ്പോൾ ചാക്കുകൊണ്ട് നിന്റെ തല മൂടിയിരുന്നതിനാൽ പ്രതികളെ കാണാൻ കഴിഞ്ഞില്ലെന്നല്ലേ നീ പറഞ്ഞിരുന്നത്? പിന്നെ എങ്ങനെയാണ് ആ പ്രതികൾ ഇവരാണെന്ന് നീ മനസ്സിലാക്കിയതെന്നും സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട്. ഒരു തെളിവും ബാക്കി വയ്ക്കാതെ ഒരു ക്രൈമും നടക്കില്ലെന്നല്ലേ നിങ്ങൾ പോലീസുകാർ പറയാറ്? എന്താണ് സ്റ്റാലിന്റെ ആ ചോദ്യത്തിന് കല്യാണി നൽകുന്ന മറുപടി? കൊല്ലപ്പെട്ടവരുടെ വീട്ടിലേക്ക് വന്ന പോസ്റ്റൊക്കെ ഇൻസ്റ്റന്റ് ക്യാമറയിൽ എടുത്തിരുന്ന ഫോട്ടോസ് ആണ്. ആ ഫോട്ടോസിനൊക്കെ ഒരു 4-5 വർഷത്തെ പഴക്കമുണ്ട്. ഇതൊക്കെ നീയാണോ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഫോട്ടോസ് എടുത്തതും അവരുടെ വീട്ടിലേക്ക് പോസ്റ്റ് അയച്ചതും ഞാൻ തന്നെയാണെന്നും കല്യാണി പറയും. എങ്കിൽ ആ ക്യാമറ എവിടെയെന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ അത് എന്റെ ക്യാമറയല്ല, എന്റെ ഫ്രണ്ടിന്റെ ആണെന്നാണ് കല്യാണി പറയുക. ഈ ഫോട്ടോ എടുത്തതും ആ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ച് കല്യാണിയുടെ പഴയ ഫോട്ടോ അവർ അവളെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ലെന്നും ഈ ഫോട്ടോ എടുത്തത് ഹിൽവാലി സ്കൂളിലെ ഏതോ ഒരു പയ്യനാണെന്നും എനിക്ക് അവന്റെ പേര് പോലും അറിയില്ലെന്നാണ് കല്യാണി പറയുന്നത്. എന്നാൽ വീണ്ടും അവരെ ഷോക്ക്ഡാക്കി ഫോറൻസിക്കിൽ നിന്നും കോൾ വരുന്നു. അതായത് മുൻപ് നടന്ന കൊലപാതകങ്ങളിലെ ഫിംഗർ പ്രിന്റുമായി കല്യാണിയുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ആയിരുന്നില്ല. അപ്പോൾ കല്യാണി ആയിരുന്നില്ല ആ കില്ലർ എന്ന ഒരു ഞെട്ടലോടെ സ്റ്റാലിൻ മനസ്സിലാക്കും. കല്യാണിയെ തങ്ങളുടെ മുൻപിലേക്ക് ഇട്ടുനിന്ന് അൽത്താഫിനെ കൊല്ലുകയായിരുന്നു കില്ലറിന്റെ പ്ലാൻ എന്നും സ്റ്റാലിൻ പറയുന്നുണ്ട്. കല്യാണി ഒന്നും തന്നെ തുറന്നു പറയില്ലെന്ന് മനസ്സിലാക്കി സ്റ്റാലിൻ അവളുടെ റൂംമേറ്റ് ആയ സെൽവിയെ മീറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കും. കല്യാണിയുടെ ജീവിതത്തിൽ നടന്നതൊക്കെ സെൽവിക്കും അറിയാമായിരുന്നു. എന്നാൽ 2 മാസം മുൻപ് അവൾക്ക് ഒരു പോസ്റ്റ് വന്നിരുന്നു. നിനക്ക് നടന്ന അനീതിക്ക് നീതി ഞാൻ നടപ്പിലാക്കുമെന്നും ഹോട്ടൽ കിങ്ഡം DJ ഹാൾ എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിന്റെ അടുത്ത ശനിയാഴ്ച ജോൺ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതുപോലെ ഓരോ കൊലപാതകത്തിന് മുൻപും അവൾക്ക് പോസ്റ്റുകൾ വന്നിരുന്നു. ലാസ്റ്റ് വന്ന പോസ്റ്റിൽ അവളെ നേരിൽ കാണണമെന്നും ഒരു സഹായം ആവശ്യമുണ്ടെന്നുമായിരുന്നു ഉണ്ടായിരുന്നത്. കല്യാണിക്ക് കില്ലറിനെ അറിയാം, പക്ഷെ അവൾ ഒരിക്കലും കില്ലറിനെ കാട്ടിത്തരില്ലെന്നും സെൽവി പറയുന്നു. കല്യാണിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്ന സ്റ്റാലിൻ അവൾ ചാരി നിൽക്കുന്ന വിൻഡോ ഗ്ലാസിൽ ആ ഫോട്ടോ എടുത്തയാളുടെ റിഫ്ലക്ഷൻ പതിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കും. അത് സ്റ്റാലിന്റെ ബ്രദർ ജോർജിന്റെ ആയിരുന്നു. ഉടനെ സ്റ്റാലിൻ ജോർജിന്റെ അടുത്തെത്തി നിനക്കറിയാവുന്നതൊക്കെ തുറന്നു പറയാൻ ആവശ്യപ്പെടുന്നു. ജോർജൻ ഹിൽവാലി സ്കൂളിൽ +2 പഠിക്കുന്ന സമയത്തായിരുന്നു ഈ കൊല്ലപ്പെട്ടവരും അവിടെ പഠിച്ചിരുന്നത്. അച്ഛൻ മേടിച്ചു കൊടുത്തിരുന്ന ഇൻസ്റ്റന്റ് ക്യാമറയും ജോർജിനുണ്ടായിരുന്നു. ആ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുന്നതിനിടയിലാണ് കല്യാണി ജോർജിനോട് തന്റെയും ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ജോർജ് ആ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നതും. ആ കൊല്ലപ്പെട്ടവർ ജോർജിന്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നിന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് കൊല്ലപ്പെട്ടത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൂടെ പഠിച്ച എല്ലാവരും ഫ്രണ്ട്സ് ആകണമെന്നില്ലല്ലോ എന്ന് ജോർജ് പറയുന്നുണ്ട്. ആ പോസ്റ്റുകളിൽ വന്ന ഫോട്ടോസ് നീ എടുത്തതല്ലേ എന്ന് സ്റ്റാലിൻ ചോദിക്കുമ്പോൾ ആ ഫോട്ടോസ് ആ ബോർഡിംഗ് സ്കൂളിലെ വാർഡൻ പറഞ്ഞിട്ട് എടുത്തതാണെന്നും അവൻ പറയുന്നു. കൊല്ലപ്പെട്ടവരെ കുറിച്ച് ജോർജ് അവരോട് പറയുന്നുണ്ട്. അവർ ആ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിർമ്മൽ എന്ന കുട്ടിയെ നന്നായി ടോർച്ചർ ചെയ്തിരുന്നു. അച്ഛൻ മരിച്ചതോടെ മെന്റലി തകർന്ന ആരോടും സംസാരിക്കാതിരുന്ന നിർമ്മലിനെ അവർ എപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഹോസ്റ്റൽ വാർഡനും നിർമ്മലിനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാതെ എല്ലാം നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുക. തനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെന്നും കൂട്ടിക്കൊണ്ടു പോകാനും പറഞ്ഞ് അവൻ അമ്മയെ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുമെങ്കിലും എനിക്കിപ്പോൾ ഇതൊന്നും കേൾക്കാൻ സമയമില്ലെന്നും ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അമ്മ അവന്റെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിർമ്മലിന് അവനോടുള്ള ദേഷ്യത്തിന് പുറത്ത് നിർമ്മലായിരുന്നു ഭിത്തിയിൽ അവരെ കൊല്ലുമെന്ന് എഴുതിയിരുന്നതും അവൻ എഴുതിയത് ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞിട്ട് എന്റെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോസ് ഞാൻ വാർഡനെ തന്നെ ഏൽപ്പിച്ചെന്നും ജോർജ് പറയുന്നു. പോലീസ് സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്ന അൽത്താഫ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അവന്റെ ഗേൾഫ്രണ്ടുമായി ഹിൽവാലി എന്ന അവന്റെ അച്ഛന്റെ ഹോട്ടൽ മുറിയിലെത്തുന്നു. കില്ലർ അവിടെ എത്തി ആ ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ അൽത്താഫിനെ കുത്തിക്കൊന്നതിന് ശേഷം രക്ഷപ്പെട്ടു പോകുന്നു. എന്നാൽ അൽത്താഫിന്റെ ഒപ്പമുണ്ടായിരുന്ന അവന്റെ ഗേൾഫ്രണ്ട് കില്ലറിനെ കണ്ടിരുന്നു. സോ അതൊരു ലേഡിയാണെന്ന് ആ പെൺകുട്ടി മൊഴി നൽകുന്നു. അൽത്താഫിന്റെ മർഡർ സ്പോട്ടിൽ നിന്നും പോലീസ് തെളിവുകൾ കളക്ട് ചെയ്യും. അൽത്താഫിനെ രക്ഷിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ സ്റ്റാലിൻ കല്യാണിയുടെ അടുത്ത് അവളെ വിരട്ടി കില്ലറിനെ പറ്റി ചോദിക്കുന്നു. കല്യാണിയുടെ തുറന്നു പറച്ചിൽ ഫ്ലാഷ് ബാക്കിൽ കാണിക്കും. ഹിൽവാലി സ്കൂളിനടുത്ത് കല്യാണിയുടെ അച്ഛന് ഒരു കടയുണ്ടായിരുന്നു. അച്ഛനെ സഹായിക്കാനായി അവളും കടയിലെത്താറുണ്ട്. അവിടെ വെച്ചാണ് നിർമ്മലിനെ ആദ്യമായി കല്യാണി കാണുന്നത്. ആരോടും സംസാരിക്കാത്ത നിർമ്മൽ കല്യാണിയുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലെത്തും. അവർ ഒന്നിച്ച് നടന്നു വരുമ്പോൾ കൊല്ലപ്പെട്ട 5 പേരും അവരെ വഴി തടയുകയും നിർമ്മലിനോട് ദേഷ്യമുണ്ടായിരുന്ന അവർ കല്യാണിയോടും മോശമായി ബിഹേവ് ചെയ്യുമ്പോൾ അൽത്താഫിന്റെ മുഖത്തടിച്ച് കല്യാണി നിർമ്മലുമായി അവിടെ നിന്നും പോകുന്നു. ആ ദേഷ്യത്തിലായിരുന്ന അവർ കല്യാണിയുടെ മുഖം ചാക്കുകൊണ്ട് മൂടി വളരെ ബ്രൂട്ടലായി അവളെ റേപ്പ് ചെയ്യുന്നത്. എന്നാൽ കല്യാണിയുടെ അടുത്ത് നിന്നും അവർ ഇറങ്ങിപ്പോകുന്നത് വിമൽ കാണുന്നുണ്ടായിരുന്നു. കല്യാണിയുടെ അവസ്ഥ കണ്ട് വിമൽ അലറിക്കരയുന്നുണ്ട്. അതിനുശേഷം ഞാൻ കടയിലേക്ക് പോയിട്ടില്ലെന്നും പിന്നീട് ഒരിക്കലും നിർമ്മലിനെ കണ്ടിട്ടില്ലെന്നും കല്യാണി പറയുന്നു. ആ 5 പേരും മരിച്ചു കഴിഞ്ഞതിനാൽ
ഇനി ഒരു കൊലപാതകം ഉണ്ടാകില്ലെന്ന് കമ്മീഷണർ പറയുമ്പോൾ ഇല്ല സർ, ഇത് ഇവിടെ അവസാനിക്കില്ല. കാരണം അൽത്താഫിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും ഒരു വാച്ച് കിട്ടിയിരുന്നു. സോ അടുത്ത കൊലപാതകത്തിലുള്ള ലീഡാണ് അതെന്നും സ്റ്റാലിൻ പറയുന്നു. കല്യാണിയുടെ കേസിലെ പ്രതികൾ എല്ലാവരും മരിച്ചെങ്കിലും ആ പ്രതികൾക്ക് ഫേവർ ചെയ്തു കൊടുത്തവരും കേസിൽ അവരെ രക്ഷിച്ചവരും ഇപ്പോഴും വെളിയിലുണ്ട്. അവരാകാം കില്ലറിന്റെ അടുത്ത ടാർഗറ്റ് എന്നും സ്റ്റാലിൻ പറയുന്നു. അൽത്താഫിന്റെ പേരിൽ വന്നിരുന്ന പോസ്റ്റ് അവർ ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് എല്ലാത്തിനും നോക്കുകുത്തിയായ ആളെ എനിക്ക് കൊല്ലണമെന്നായിരുന്നു. ആ ആളുടെ പേര് അതിലുണ്ടായിരുന്നെങ്കിലും റെഡ് കളറിൽ അത് വെട്ടിക്കളഞ്ഞിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുക. കല്യാണി കേസ് അന്വേഷിച്ചിരുന്ന സെൽവരാജ് ഹിൽവാലി സ്കൂളിലെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്ത് കല്യാണിക്ക് പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിർമ്മൽ എന്നൊരു പയ്യൻ പ്രതികളെ കണ്ടിരുന്നെന്ന് പറഞ്ഞ് മൊഴി നൽകിയിട്ടുണ്ടെന്നും പറയും. ആ 5 പ്രതികളുടെ മുഴുവൻ ഡീറ്റെയിൽസും അവൻ തന്നിട്ടുണ്ട്. സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ ഈ കേസ് പുറത്തു വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പ്രിൻസിപ്പൾ അയാളോട് പറയുന്നു. ആ പ്രതികളുടെ പേരൻസ് നല്ല പിടിപാടുള്ളവരായതിനാൽ അവരും പല ഓഫറുകളും സെൽവരാജിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിർമ്മലിനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും സെൽവരാജ് ആ കേസ് പുറത്തു വരാതെ മുക്കുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് സ്റ്റാലിൻ സ്കൂൾ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്ത് നിങ്ങൾ എന്തിനാണ് നിർമ്മലിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതെന്ന് ചോദിക്കും. പ്രതികളായവരെ കൊല്ലുമെന്ന് നിർമ്മൽ റൂമിന്റെ വോളിൽ എഴുതി വെച്ചിരുന്നു. അതുകൂടാതെ സ്വയം ശരീരത്തിന് മുറിവുകൾ ഉണ്ടാക്കി അത് ആ പ്രതികളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നിർമ്മൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നെന്നും അതിനാലാണ് നിർമ്മലിനെ പുറത്താക്കിയതെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഈ നിർമ്മൽ ഇപ്പോൾ ഈ 5 പ്രതികളെയും കൊന്നു കഴിഞ്ഞിരിക്കുന്നു. 6ാമനാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞതിന് ശേഷം സ്റ്റാലിൻ അവിടെ നിന്നും പോകും. അൽത്താഫിനെ കൊല്ലുന്ന ടൈമിൽ അവന്റെ ഗേൾഫ്രണ്ട് കില്ലറിന്റെ ഫേസ് കണ്ടിരുന്നതിനാൽ തന്നെ അവളെ വെച്ച് കില്ലറിന്റെ രൂപം പോലീസ് വരച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇതേ സമയം ആ കേസ് അന്വേഷിച്ച് സെൽവരാജിനെ സ്റ്റാലിൻ മീറ്റ് ചെയ്യുന്നു. അവനൊരു വട്ടനാണെന്നാണ് സെൽവരാജ് ആദ്യം പറയുക. സത്യം പറഞ്ഞില്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് താൻ മരിക്കുമെന്ന് സ്റ്റാലിൻ പറയുമ്പോൾ സർ അതിന് നിർമ്മൽ സൂയിസൈഡ് ചെയ്തെന്ന് സെൽവരാജ് പറയും. തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഒരു ക്ലോക്ക് ടവർ ചൂണ്ടിക്കാണിച്ച് 6 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മൽ അതിന്റെ മുകളിൽ നിന്നും ചാടി സൂയിസൈഡ് ചെയ്തെന്നാണ് സെൽവരാജ് പറയുന്നത്. നിർമ്മലുമല്ല കില്ലർ എന്നറിയുമ്പോൾ സ്റ്റാലിൻ ആകെ തരിച്ചു നിന്നു പോകും. നിർമ്മൽ വോളിൽ എഴുതിയ ഫോട്ടോസ് എടുത്തിരുന്നല്ലോ, ആ ഫോട്ടോസ് ആർക്കാണ് കൊടുത്തതെന്ന് സ്റ്റാലിൻ പ്രിൻസിപ്പളിനോട് ചോദിക്കുന്നുണ്ട്. ആ ഫോട്ടോസ് അവന്റെ അമ്മയ്ക്കാണ് കൊടുത്തതെന്നാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അതേസമയം സ്കെച്ച് ആർട്ടിസ്റ്റ് കില്ലറിന്റെ ചിത്രം വരയ്ക്കുകയും ചെയ്യും. അത് നിർമ്മലിന്റെ അമ്മയായ വിമലയാണ്. ഇതിന്റെ പുറകിൽ വിമലയാണെന്ന് സ്റ്റാലിന് മനസ്സിലാക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് വിമലയെ കാണിക്കും. വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ നിർമ്മലിന്റെ അച്ഛൻ മരിച്ചത് കടം കാരണമായിരുന്നു. ഭർത്താവിന്റെ മരണശേഷം ആ കടങ്ങൾ തീർക്കാൻ വിമല വളരെ കഷ്ടപ്പെടുന്നു. അതിനാലാണ് വിമല നിർമ്മലിനെ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കുന്നത്. കടങ്ങൾ തീർക്കാൻ വിമല കഷ്ടപ്പെടുന്നതിനിടയിലായിരുന്നു നിർമ്മൽ വിമലയെ വിളിക്കുന്നത് താൻ ആ ബോർഡിംഗ് സ്കൂളിൽ പ്രശ്നത്തിലാണെന്നും പറയുക. ഓൾറെഡി അച്ഛന്റെ മരണത്തോടെ ഡിപ്രഷനിലായിരുന്ന നിർമ്മൽ ഇതൊക്കെ വെറുതെ പറയുകയാണെന്നാണ് ആദ്യമൊക്കെ വിമല ചിന്തിച്ചിരുന്നത്. വിമല തന്റെ മകനെ വളരെയധികം സ്നേഹിച്ചിരുന്നെങ്കിലും ഭർത്താവിന്റെ മരണത്തോടെ നശിച്ചുപോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവൾ. ആ 5 പേരും വീണ്ടും വീണ്ടും നിർമ്മലിനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് കല്യാണിക്ക് ആ പ്രശ്നമുണ്ടാകുന്നതും അവരെ കൊല്ലുമെന്ന് നിർമ്മൽ വോളിൽ എഴുതി വെക്കുന്നതും. സോ പ്രിൻസിപ്പൽ വിമലയെ വിളിപ്പിച്ച് നിർമ്മലിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇവൻ പ്രതികളെ ആക്രമിച്ചിരുന്നെന്നും പ്രിൻസിപ്പൽ പറയുന്നു. അതുകൂടാതെ സ്വന്തം കൈയും കോമ്പസ് കൊണ്ട് കുത്തി കീറിയിട്ട് അത് ഇവരാണെന്നാണ് പറയുന്നതെന്നും സോ ഇവനെ സ്കൂളിൽ ഇനി നിർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് നിർമ്മലിനെ പറഞ്ഞു വിടുന്നു. ആക്ച്വലി ശരിക്കും കോമ്പസ് കൊണ്ട് അവരായിരുന്നു നിർമ്മലിന്റെ കൈ കൊത്തി കീറിയത്. അന്ന് രാത്രി നിർമ്മൽ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിമല നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ടെന്നാണ് പറയുക. നീ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, മടുത്തു എനിക്ക് ജീവിതം എന്നും വിമല പറയുന്നു. ഞാനല്ല അമ്മ ഇതൊക്കെ ചെയ്തതെന്ന് കരഞ്ഞുകൊണ്ട് നിർമ്മൽ പറയും. എന്നാൽ നിർമ്മൽ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ എല്ലാവരും പറയുന്നത് പോലെ നിനക്ക് ഭ്രാന്താണെന്ന് വിമല പറയും. സ്വന്തം അമ്മ ഇങ്ങനെ പറയുന്നത് സഹിക്കാൻ വയ്യാതെ നിർമ്മൽ ക്ലോക്ക് ടവറിൽ നിന്നും ചാടി സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് റിയൽ ടൈം കാണിക്കുമ്പോൾ സ്റ്റാലിൻ നിർമ്മലിന്റെയും വിമലയുടെയും വീട്ടിലെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ആൽബം ചെക്ക് ചെയ്യുന്ന സ്റ്റാലിൻ ഷോക്ക്ഡ് ആകുന്നു. സ്റ്റാലിൻ ഉടനെ ആ ക്ലോക്ക് ടവറിലേക്ക് ചെല്ലും. അൽത്താഫിന്റെ ശരീരത്തിൽ നിന്നും വാച്ചാണ് അവർക്ക് കിട്ടിയത്. അതിൽ 12 മണി സമയത്തിൽ വാച്ച് സ്റ്റോപ്പ് ആയിരുന്നു. സോ ശനിയാഴ്ച 12 മണിക്ക് ക്ലോക്ക് ടവറിലാകാം അടുത്ത കൊലപാതകമെന്ന് മനസ്സിലാക്കിയാണ് സ്റ്റാലിൻ ക്ലോക്ക് ടവറിൽ എത്തുക. സ്റ്റാലിന്റെ ഊഹം പോലെ തന്നെ
വിമല ആ ഹോസ്റ്റൽ വാർഡന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവനെ വിടാൻ സ്റ്റാലിൻ പറയുമ്പോൾ ഇവന് എന്റെ മകനെ രക്ഷിക്കാമായിരുന്നു, എന്നാൽ എല്ലാം കണ്ട ഒരു നോക്കുകുത്തിയെ പോലെ ഇവൻ നിന്നു. സോ ഇവനെ കൊന്നാലേ എന്റെ മകന്റെ ആത്മാവ് സന്തോഷിക്കൂ എന്ന് വിമല പറഞ്ഞുകൊണ്ട് കത്തി കൊണ്ട് വാർഡന്റെ നെഞ്ചിൽ കുത്തുമ്പോൾ സ്റ്റാലിൻ അവളെ ഷൂട്ട് ചെയ്യുകയും വിമല ടവറിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കുകയും ചെയ്യും. ഇതിനാണ് മൂവിയുടെ തുടക്കത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് അതോറിറ്റി സ്റ്റാലിനെതിരെ കേസെടുത്തത്. വാർഡൻ മരിച്ചിരുന്നില്ല, സോ അവർ വാർഡന്റെ മൊഴിയെടുക്കും. നിർമ്മലിനെ എനിക്ക് രക്ഷിക്കാമായിരുന്നു, എന്നാൽ ഞാൻ അത് ചെയ്തില്ല. എനിക്ക് അതിനുള്ള ശിക്ഷ കിട്ടി. എനിക്ക് ഒറ്റ മകനായിരുന്നു, അവനൊരു ആക്സിഡന്റിൽ മരിച്ചു. എന്റെ ഭാര്യ ആ ഡ്രോമയിലാകും. അവളെ കാണിക്കാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് വിമലയെ കാണുന്നത്. അന്ന് അവിടെ വെച്ച് വിമലയോട് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. കല്യാണിക്ക് വേണ്ടി നിർമ്മൽ മൊഴി കൊടുത്തതും അതിന്റെ പേരിൽ പിന്നീട് അവൻ വളരെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നെന്നും വാർഡൻ വിമലയോട് പറയുന്നു. അതിനുശേഷമാണ് വിമല അവരെ കൊല്ലാൻ തുടങ്ങുന്നത്. ടവറിൽ വെച്ച് വിമലയും ഞാനും സംസാരിക്കുന്നതിനിടയിലാണ് സ്റ്റാലിൻ അവിടേക്ക് വരുന്നത്. വിമല തന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നിട്ടും സ്റ്റാലിൻ സാർ ഒരിക്കലും വിമലയെ കൊല്ലരുതായിരുന്നെന്നുമാണ് വാർഡൻ മൊഴി കൊടുക്കുന്നത്. അവിടെ സീൻ കട്ട് ചെയ്ത് ഹ്യൂമൻ റൈറ്റ്സിൽ സ്റ്റാലിൻ അവന് പറയാനുള്ളത് പറയുന്നുണ്ട്. 5 യുവാക്കളെ ഒരു ദയ്യം കൂടാതെ കൊന്ന ഒരു ക്രിമിനൽ മാത്രമായിട്ടാണ് ഞാൻ വിമലയെ കണ്ടത്. സോ ഞാൻ ഷൂട്ട് ചെയ്ത് കൊന്നു. എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ ചെയ്തത്. അതിലെനിക്ക് കുറ്റബോധമില്ലെന്നും സ്റ്റാലിൻ സ്റ്റേറ്റ്മെന്റ് നൽകും. നിർമ്മൽ അവസാനമായി നൽകിയ ലെറ്ററിൽ റെഡ് ഇങ്ക് കൊണ്ട് മായ്ച്ചു കളഞ്ഞത് ആരുടെ പേരായിരുന്നെന്ന് കമ്മീഷണർ സ്റ്റാലിനോട് ചോദിക്കും. ചില സത്യങ്ങൾ എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമെന്ന് സ്റ്റാലിൻ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് നിർമ്മൽ വോളിൽ എഴുതിയിരുന്നതെല്ലാം സ്റ്റാലിൻ അവന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടിരുന്നു. എല്ലാത്തിനും നോക്കുകുത്തിയായിരുന്ന അമ്മയെ എനിക്ക് കൊല്ലണമെന്നായിരുന്നു അവൻ ലാസ്റ്റായി എഴുതിയ വാചകം. അവസാനമായി അമ്മയെ കൊല്ലണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. വാർഡനെ വിമല കൊല്ലാൻ തുടങ്ങുമ്പോൾ നിർമ്മൽ ഒരിക്കലും വാർഡനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും ആ 5 പേരുടെ മരണത്തിന് ശേഷം അടുത്തതായി ആരാണ് മരിക്കേണ്ടതെന്ന് നിർമ്മൽ എഴുതിയിരുന്നു. അത് ആരാണെന്ന് നിനക്ക് നന്നായി അറിയാമെന്നും സ്റ്റാലിൻ വിമലയോട് പറയുന്നുണ്ട്. വിമലയും തന്റെ മരണം മകൻ ആഗ്രഹിച്ചിരുന്നെന്ന് മനസ്സിലാക്കുകയും സോ സ്റ്റാലിൻ വിമലയെ ഷൂട്ട് ചെയ്തപ്പോൾ ഒരു ചിരിയോടെ വിമല ക്ലോക്ക് ടവറിൽ നിന്ന് താഴേക്ക് വീഴുകയും മരിക്കുകയും ചെയ്യും. അവിടെ സീൻ കട്ട് ചെയ്ത് വിമലയുടെ കാര്യത്തിൽ താൻ ചെയ്തത് എന്റെ മാത്രം ശരിയാണെന്ന് സ്റ്റാലിൻ പറയുന്നിടത്ത് ഈ മൂവിയും അവസാനിക്കുന്നു.